ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ യേശു കർത്താവ് ജീവിച്ചിരുന്ന സംഭവത്തിൽ ചെയ്ത ഒരു അത്ഭുതമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പല അത്ഭുതങ്ങളും യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തത് കഥയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയാനുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ബെഥാനിയയിലുള്ള ഒരു വീട്ടിൽ പോയിട്ട് അവിടെ ശുശ്രൂഷിച്ച 2 സഹോദരിമാരുണ്ടായിരുന്നു. നമ്മളത് കഥ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. മാർത്തയും മറിയും. മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്, ഒരു അത്ഭുതമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കഥയായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാർത്തയും മറിയും ബെഥാനിയയിലായിരുന്നു താമസിച്ചിരുന്നത്. ബെഥാനിയയിൽ ഇവർ താമസിച്ച വീട്ടിൽ ഇവർക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു, ഇവർക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. ഈ ബ്രദറിൻ്റെ പേരായിരുന്നു ലാസർ. എന്തായിരുന്നു ബ്രദറിൻ്റെ പേര്? ലാസർ. ഈ ലാസർ ഒരിക്കൽ ഭയങ്കരമായിട്ടൊരു ദീനം എന്ന് പറഞ്ഞാൽ ഒരസുഖം പിടിച്ച് വയ്യാണ്ടായി. അപ്പോൾ ഈ ലാസറിന് ഈ അസുഖം ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ലാസറിന് കാര്യമായ വ്യത്യാസമൊന്നും വരില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, ഈ മാർത്തയും മറിയയും യേശു കർത്താവ് ആയിരുന്ന സ്ഥലത്ത് ഇത് അറിയിച്ചു. യേശു കർത്താവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ലാസർ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ് എന്നുള്ള ഇത് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അവൻ അങ്ങനെ ആയിരിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് എന്നുള്ള നിലയ്ക്ക് യേശു കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം, അപ്പോൾ ഇത് കേട്ടിട്ട് യേശു കർത്താവ്, ഇത് അറിഞ്ഞിട്ട് യേശു കർത്താവ് പിന്നെ 1-2 ദിവസം ആയിരുന്ന സ്ഥലത്ത് തന്നെ പാർത്തു. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ലാസർ മരിച്ചു. അപ്പോൾ ലാസറിന് വയ്യ എന്നുള്ളത് യേശു കർത്താവ് അറിഞ്ഞിട്ടും യേശു കർത്താവ് പോയില്ല. മാത്രമല്ല, യേശു കർത്താവിന് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ യേശു കർത്താവ് അത് ചെയ്തില്ല. ഇത് അറിഞ്ഞിട്ട് യേശു കർത്താവ് പോയില്ല എന്ന് മാത്രമല്ല, യേശു കർത്താവിൻ്റെ കഴിവ് ഉപയോഗിച്ച് ചെയ്തുമില്ല. എന്നിട്ട് പിന്നീട് അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ പോകണം, അവിടെ വരെ പോകണം എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നമ്മൾ അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ യേശു കർത്താവ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദന്മാർക്ക് ഭയങ്കരമായ ദേഷ്യം യേശു കർത്താവിനോടുണ്ട്. യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും കല്ലെറിഞ്ഞ് ഓടിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നമ്മളവിടെ പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ദൈവനാമം മഹത്വത്തിനായിട്ടാണ് നമ്മളിപ്പോൾ അവിടെ പോകാൻ പോകുന്നത്. ലാസർ ഉറങ്ങുകയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാണ് പോകാൻ പോകുന്നത്. ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിക്കുന്നത് യേശു കർത്താവ് അവിടെ പറഞ്ഞത് ലാസർ മരിച്ചിരുന്നു എന്നുള്ള മീനിങ്ങിലാണ് യേശു കർത്താവ് പറഞ്ഞത്. പക്ഷേ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ലാസർ മരിച്ചു പോയി എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ആണ് ഇവരിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ലാസർ മരിച്ച് അവനെ അടക്കിയിട്ട് കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അവർ പോയി, അവർ ആ വീട്ടിലെത്തുമ്പോൾ അവിടെ എല്ലാവരും ആൾക്കാരുണ്ട്, കുറേ യഹൂദന്മാർ, കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഈ മാർത്തയും മറിയയും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം അവരുടെ സഹോദരൻ പോയി, അവരുടെ ബ്രദർ പോയി. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ മരിച്ചല്ലേ, നമ്മുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടങ്ങളുണ്ടാവും അല്ലേ? അത് പോയി ഇനി അവരുമായിട്ടൊരു ബന്ധമില്ല, കാര്യങ്ങളില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മാർത്തയും മറിയയും ആയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് യേശു കർത്താവും ശിഷ്യന്മാരും കടന്നു വരികയാണ്. യേശു കർത്താവ് വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത എന്ത് ചെയ്തു? യേശു കർത്താവിനെ യേശു കർത്താവിനെ കാണാൻ വേണ്ടി അടുത്ത് ചെന്നു. മറിയ വീട്ടിലത്ത് തന്നെ ഇരുന്നു, മാർത്ത യേശു കർത്താവിൻ്റെ അടുത്ത് തന്നെ ചെന്നു. എന്നിട്ട് മാർത്ത യേശു കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഈ മാർത്ത വളരെ സങ്കടത്തിലാണ് ഇത് പറയുന്നത്. യേശു കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ലാസർ മരിക്കില്ല എന്നുള്ള ഇത് മാർത്തയ്ക്ക് അറിയാം. ഇതിലാണ് മാർത്ത പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇപ്പം നീ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ പറയുന്നു എന്ന് ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു അവളുടെ അടുത്ത് പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും മാർത്തയ്ക്ക് അത് അത്രമാത്രം മനസ്സിലായില്ല. പക്ഷേ യേശു കർത്താവ് അവളുടെ അടുത്ത് പറഞ്ഞു,
ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. ആരുടെ അടുത്ത് യേശു കർത്താവ് ഇത് ചോദിച്ചത്? ഇത് യേശു കർത്താവ് മാർത്തയുടെ അടുത്താണ് ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, ഉവ്വ കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യേശു കർത്താവിന് മാർത്തയുടെ വിശ്വാസമായിരുന്നു വേണ്ടത്. എന്നിട്ട് പിന്നീട് മാർത്ത മറിയേനെ, ആ വീടിനകത്തിരുന്ന മറിയേനെ സ്വകാര്യമായിട്ട് പോയി വിളിച്ച് യേശു കർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മറിയയും മാർത്തയും അവിടെ നിന്ന് യേശു കർത്താവിനെ കാണാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അതുവരെ ഇവരെ ആശ്വസിപ്പിക്കാൻ വന്നിരുന്ന യഹൂദന്മാരെല്ലാം ഇവരെങ്ങോട്ടാണ് പോണേന്ന് നോക്കി ഇവരുടെ കൂടെ വന്നു. അപ്പോൾ യേശു കർത്താവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർ കുറച്ച് പേര് പറഞ്ഞു, ഇവൻ യേശു കർത്താവ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ മരിക്കുകയില്ലായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ പല സംസാരങ്ങളും അവിടെ ഉണ്ടായി. അതായത് പല കുരുടന്മാരുടെ കണ്ണ് യേശു കർത്താവ് കാഴ്ച കൊടുത്തു. എന്നിട്ട് അങ്ങനെയുള്ള യേശു കർത്താവിന് ഇവൻ മരിക്കാണ്ട്, ഈ ലാസർ മരിക്കാത്ത രീതിയിൽ ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലർ പരിഹസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യേശു കർത്താവ് ഇതൊന്നും നോക്കാൻ പോയില്ല. യേശു കർത്താവ് ആ കല്ലറയിലോട്ട് പോയി. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞു. തന്നെയല്ല, ഈ മാർത്തയും മറിയയും കരയുന്ന കണ്ടപ്പോൾ യേശു കർത്താവിനും സങ്കടമായി. അങ്ങനെയാണ് യേശു അവിടെ കണ്ണുനീർ വാർത്തു. നമ്മൾ സാധാരണ ബൈബിളിൽ എങ്ങും കാണാത്ത ഒരു കാര്യമാണ് അവിടെ നമ്മൾ ഈ കഥയോട് ചേർന്ന് നമ്മൾ കാണുന്നത്. യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. അതായത് യേശുവിനും സങ്കടമുണ്ടായി ഇവർ കരയുന്നത് കണ്ടും, യേശുവിന് ലാസറിനോട് ഇഷ്ടമുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് കണ്ണീര് വാർത്തു. അതിനുശേഷം കല്ലറയിലോട്ട് പോയിട്ട്, അപ്പോൾ കല്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച ആളെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിനാണ് പറയുന്നത്. ഒരു ഗുഹയാണ്. ആ ഗുഹയുടെ മുന്നിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ല് നീക്കാൻ വേണ്ടി യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെ കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ ഈ മരിച്ച ലാസറിൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞു, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ ഒരാൾ മരിച്ചാൽ, മനുഷ്യർ മരിച്ചാൽ ഓരോ ദിവസങ്ങൾ ആ കല്ലറയിൽ വെച്ചതിന് ശേഷം നമ്മൾ അടക്കി ആ ബോഡി നമ്മൾ മണ്ണിൻ്റെ അടിയിൽ വെച്ച് അടക്കിയതിന് ശേഷം പിന്നെ ഓരോ ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പതിയെ നശിക്കാൻ തുടങ്ങും. നശിച്ച് അത് മണ്ണിലോട്ട് ചേരും. പല കാര്യങ്ങളും മണ്ണിലോട്ട് ചേരും. ചിലത് മാത്രം മണ്ണിലോട്ട് ചേരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ഈ പുഴുക്കളും കാര്യങ്ങളൊക്കെ വന്ന് ഈ ബോഡിയിൽ നിന്നെല്ലാം ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ മണം വരും. അപ്പോൾ ഇനിയിപ്പോൾ അത് തുറന്ന് ഇവിടെ മൊത്തം മണമാക്കണോ എന്നുള്ള രീതിയിൽ മാർത്ത ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ യേശു കർത്താവ് അവിടെ പറയുന്ന കാര്യം വിശ്വാസം വേണം എന്നുള്ളതിലാണ് പറയുന്നത്. നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ കല്ല് നീക്കി. യേശു കർത്താവ് പറഞ്ഞ പോലെ അവർ കല്ല് നീക്കി. യേശു കർത്താവ് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു കർത്താവിൻ്റെ പിതാവിൻ്റെ അടുത്താണ് യേശു കർത്താവ് ഇത് പറയുന്നത്. ഒരു പ്രാർത്ഥന പോലെ യേശു കർത്താവ് അവിടെ പറഞ്ഞു. അങ്ങനെ എന്തു പറ്റി? യേശു കർത്താവ് അതിന് ശേഷം പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഈ പിതാവിൻ്റെ അടുത്ത് ഇത് പറഞ്ഞതിന് ശേഷം, ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് ആ ഗുഹയിലോട്ട് നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ലാസറെ നീ പുറത്തു വരിക. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മരിച്ച് 4 ദിവസമായിട്ടുള്ള ഒരാൾ ആ ഗുഹയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. നാറ്റം പിടിച്ചാണ് കിടക്കുന്നത്. അത് മാത്രമല്ല, അയാളുടെ കൈയും കാലും മുഖമൊക്കെ തുണികൾ കൊണ്ട് കവർ ചെയ്തിട്ടാണ്, മൂടിയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ആ ഗുഹയിലോട്ട് നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞില്ല, മരിച്ച ലാസർ എഴുന്നേറ്റ് പുറത്തു വന്നു. അവൻ്റെ കയ്യിൽ അപ്പോൾ അത് പുറത്ത് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം അതുവരെ മരിച്ചു പോയി എന്ന് പറഞ്ഞ ഒരാൾ, മണ്ണിൻ്റെ അടിയിലായിരുന്ന ഗുഹയ്ക്കകത്താക്കിയിരുന്ന ഒരാൾ എഴുന്നേറ്റ് വരാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു, അവൻ്റെ കയ്യിലെ അവൻ്റെ കാലും കൈയും ഒക്കെ കെട്ടിയിരിക്കുന്ന ആ മുഖവും മൂടിയിരിക്കുന്ന ആ തുണിയെല്ലാം മാറ്റി അവൻ്റെ കെട്ടഴിച്ചു വിടുകയും അവൻ പോകട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെ അവർ അതെല്ലാം ചെയ്തു. അങ്ങനെ ലാസർ മരണത്തിൽ നിന്ന്, മരിച്ച ലാസർ ജീവനോടെ യേശു കർത്താവ് പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇത് കണ്ട എല്ലാവർക്കും ഭയങ്കര ഞെട്ടലുണ്ടായി. അവരെല്ലാം ഞെട്ടി. കാരണം മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മാത്രമല്ല, ഇന്നത്തെ കാലത്തും എല്ലാവർക്കും വളരെ ഞെട്ടലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. അത് കണ്ടവരെല്ലാം
യേശു കർത്താവിനെ വിശ്വസിക്കുന്ന രീതിയിലോട്ടായി കാര്യങ്ങൾ. യേശു കർത്താവിനെ അത് കണ്ടവരെല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ യേശു കർത്താവ് മാർത്തയോടും മറിയോടും പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതാണ് സാധാരണ നമുക്കും പറ്റാത്ത കാര്യം. നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഇന്ന് നടക്കുമോ, അല്ലെങ്കിൽ എനിക്കൊരു വേദന വന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നടക്കുമോ? പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് പറയാം, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ വിശ്വാസമില്ല. നമ്മൾ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിന് എല്ലാം കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് സന്തോഷം വന്നാലും, എന്ത് സങ്കടം വന്നാലും ആരിൽ വിശ്വസിക്കണം? യേശു കർത്താവിൽ വിശ്വസിക്കണം. യേശു കർത്താവ് തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പോൾ അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുക. ആ യേശു കർത്താവിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കാൻ പോകുള്ളൂ. കാരണം ഈ ലോകത്തുള്ള എല്ലാവരും ഏതെങ്കിലും നിമിഷത്തിൽ നമ്മളെ വിട്ടു പോകും. പക്ഷെ ഒരു കാലത്തും വിട്ടു പോകാത്ത ഒരു ദൈവമേ നമുക്കുള്ളൂ, അതാണ് യേശു കർത്താവ്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം വരാം. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.